ഈ പ്രണയം പൊട്ടിയ ശേഷം ഇങ്ങനെ കള്ളൂടി തുടങ്ങുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുകവലി തുടങ്ങുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പ്രണയം എന്നല്ല എന്തെങ്കിലും സ്ട്രെസ്സും സ്ട്രഗിൾസൊക്കെ വരുമ്പോൾ ഇതുപോലെ ഡ്രഗ്സിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഡ്രഗ്സ് വലിച്ചു തരുന്നതിന് പകരമായിട്ട് സങ്കടങ്ങളൊക്കെ എഴുതി തീർക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഹീലിംഗ് ടിപ്പ് നമ്പർ 2 റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എക്സ്പ്രസീവ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് റൈറ്റിംഗ് എന്നോ എഴുത്ത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? അല്ലെങ്കിൽ ആദ്യം വരുന്നത് എന്താണ്? വലിയ വലിയ കഥകളും കവിതകളൊക്കെ മാത്രം എഴുതുക എന്നുള്ള ആ ഒരു തോട്ടല്ല. എന്താണ് ഞാൻ വലിയ വലിയ കവിതകളും കഥകളൊക്കെ മാത്രം അല്ല ഇത് എന്നുള്ളത്. അതായത് ചുമ്മാ എന്തേലും എഴുതുക, അല്ലെങ്കിൽ എന്താ പറയുക, ലൈക്ക് ഒരു ഡയറിയൊക്കെ എഴുതുന്നത് പോലും ഈ ഒരു റൈറ്റിങ്ങിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2023 തൊട്ട് ഒരു ഡയറി എഴുതുക എന്നുള്ള ഒരു ഹാബിറ്റ്, ജേർണലിംഗ് എന്നുള്ള ഒരു ഹാബിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഈ ഡയറി എഴുതുക എന്നൊക്കെ പറയുമ്പോൾ, അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഡയറി എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ബുക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നെന്താണ്, ഈ രാവിലെ എണീറ്റു, അല്ലെങ്കിൽ രാവിലെ എണീറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ഫുഡ് കഴിച്ചു, അവിടെ പോയി ഇവിടെ പോയി, അല്ലെങ്കിൽ സ്കൂളിൽ പോയി, ഇന്ന ക്ലാസ് കണ്ടു, ഇന്ന ക്ലാസ് എടുത്തു, നേരെ തിരിച്ചു വന്നു, വീട്ടിൽ വന്നു, സെയിം കാര്യം റിപ്പീറ്റ്. ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടേ നിൽക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഇതിൽ മെയിനായിട്ട് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻസിഡൻറ്റ്, ബ്യൂട്ടിഫുൾ എന്നല്ല, ഇടയ്ക്കൊന്നുമല്ല എന്നാണ്, മോസ്റ്റ്ലി സങ്കടങ്ങളാവും എഴുതാനുണ്ടാവുന്നതെന്നുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ എഴുതുന്നുള്ളതാണ്. അതായത് അല്ലെങ്കിൽ ഞാനിങ്ങനെ വഴിയരികിൽ കണ്ട ഒരുപാട് കാഴ്ചകൾ, ആരുടെയൊക്കെ സംസാരിച്ചപ്പോൾ കിട്ടിയ ആശ്വാസങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഇന്ന് എൻ്റെ ലൈഫിൽ നടന്ന നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതുന്നതെന്നുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെ ഒരുപാടൊന്നും എഴുതാനൊന്നും ഉണ്ടാവാറില്ല. ചില സമയം 2-3 ലൈൻസ് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില സമയം ഒരു പേജ് കൊണ്ടൊന്നും തീരത്തില്ല എന്നുള്ള അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ എവിടെയോ ഒരു ആശ്വാസമാണ്. എന്താ പറയുക, ചിലപ്പോൾ ഇതൊക്കെ എന്നെ ഒന്ന് ബിസിയാക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇത് എഴുതണം എന്നിട്ടേ കിടക്കുള്ളൂ എന്നുള്ള ആ ഒരു തോട്ട്സൊക്കെ ഉണ്ടാവാം. കുറച്ചൊക്കെ ഹീൽ ചെയ്യാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാനിത് കൃത്യമായിട്ട് എഴുതുന്നൊന്നുമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ മറന്നു പോകാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ എഴുതി വെക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു എഴുത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് സ്വയം ഹീൽ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. എക്സ്പ്രസീവ് റൈറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ്. ടെക്സസ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് പെൻബേക്കറും അതുപോലെ തന്നെ സിറാക്യൂസ് യൂണിവേഴ്സിറ്റിയിലെ ജോഷുവ സ്മിത്തും പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരു സ്റ്റഡീസ് പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജേർണൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇമോഷൻസും സ്ട്രെസ്സും സ്ട്രഗിൾസൊക്കെ എഴുതുന്നതിലൂടെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. HIV, ആസ്മ, ആർത്തിറ്റിസ് പോലെയുള്ള ഇൽനെസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആവുന്നുണ്ട്, ഇത് വളരെ ബെനിഫിറ്റ് ആവുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് എന്നുള്ളത്. അല്ല, എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് എഴുതിയത് കൊണ്ട് മാത്രം ഓക്കെ ആവണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ ഇമോഷൻസിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾ പഠിക്കാനായിട്ട് കൂടി തയ്യാറാവണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ എന്നുള്ളതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 years മുന്നേ, അതായത് ഒരു അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു ജേർണലിൽ സ്മിത്ത് നടത്തിയ ഒരു സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത്. അതായത് 3 consecutive ഡേയ്സിൽ, അതായത് നമ്മൾ സൈക്കോളജിസ്റ്റ് ആയ സ്മിത്ത് ഒരു 107 ആസ്മ ആർത്തിറ്റിസ് പേഷ്യൻസിനോട് ഒരു 20 minutes കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ എഴുതുക എന്നൊക്കെ പറയുകയാണ്. ഒരു റൈറ്റിംഗ് എക്സസൈസാണ് ഇത് എന്നുള്ളത്. അതിൽ 71 ആൾക്കാർ എഴുതിയത് അവരുടെ ലൈഫിൽ നടന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈവൻസിനെ കുറിച്ചിട്ടാണ്. ആ ഒരു മൊമെൻറ്റ്സൊക്കെയാണ് അവർ എഴുതിയത് എന്നുള്ളത്. ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ ഇമോഷണലി ന്യൂട്രലായ സബ്ജക്റ്റ്, അതായത് അവരുടെ ഡെയിലി പ്ലാൻസൊക്കെ, ഈ ഞാൻ ഒരു ഡയറി എഴുതുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡിൽ എഴുതിയ ഡയറീസൊക്കെ ഓർമ്മയില്ലേ, അതായത് നമ്മൾ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് അവർ എഴുതിയിരുന്നുള്ളത്. അങ്ങനെ 4 മാസം കഴിഞ്ഞപ്പോൾ, അതായത് ഈ റൈറ്റിംഗ് എക്സസൈസ് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ അതിൽ 70ഓളം പേഷ്യൻസും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണിക്കാനായിട്ട് തുടങ്ങിയെന്നുള്ളതാണ്. തൻ്റെ സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ എഴുതിയും അതിൽ 37 പേഷ്യൻസ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണിക്കാനായിട്ട് തുടങ്ങിയെന്നുള്ളതാണ്. പെൻബേക്കർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, സൈക്കോളജിസ്റ്റ് ആണല്ലോ ഈ പെൻബേക്കർ. അപ്പോൾ ആ ഒരു പേഷ്യൻസിൽ എഴുതാനായിട്ട് തുടങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ ഒരു ഇമോഷൻസും സ്ട്രെസ്സും ഒക്കെ എഴുതാനായിട്ട് തുടങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അവർ പിന്നീട് മെല്ലെ അങ്ങോട്ട് വരാണ്ടായി എന്നുള്ളതാണ്. വല്ലപ്പോഴും മാത്രമേ അവരെ അങ്ങോട്ട് കാണാറുള്ളൂ എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മളുടെ ഈ ഒരു പ്രശ്നങ്ങളും നമ്മളെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാലേ, നമ്മളെ സ്ട്രെസ്സൊക്കെ എഴുതിക്കൊണ്ടിരുന്നാലേ സ്വന്തമായിട്ട് നമുക്കതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾക്ക് സ്വയം കണ്ടെത്താനായിട്ട് നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് നമുക്കതൊന്ന് സോൾവ് ചെയ്യാന്നുള്ളതൊക്കെ നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഹെലൻ മാർലോ എന്ന് പറഞ്ഞാൽ വേറൊരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം എഴുതിക്കൊണ്ടിരുന്നാലേ അത് അവർക്കൊരിക്കലും സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല.
എന്നുള്ളതാണ് അവർ പറഞ്ഞതെന്നുള്ളത്. പക്ഷേ മാർലോ ഇവിടെയും ഇതൊരു ലോങ് ടേം റിസ്ക് ആയിട്ട്, അല്ലെങ്കിൽ ഈ പേഷ്യൻസിന് ഒരു ലോങ് ടേം റിസ്കിലേക്ക് ഈ ഒരു റൈറ്റിംഗ് എക്സസൈസ് നയിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനൊന്നും എവിഡൻസ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ വേറൊരു സൈക്കോളജിസ്റ്റ് സൂസൻ ലെങ്ക്രോഫ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷൻസ് പോലെ തന്നെ നമ്മൾക്കൊരു ഫോക്കസ് തോട്ട് കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ ട്രോമാറ്റിക് മെമ്മറി പോലെ തന്നെ, അതായത് അത് ഫൈൻഡ് ചെയ്ത പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമോഷൻസിൽ നിന്ന് പോസിറ്റീവ് ബെനിഫിറ്റ് കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യം എന്നുള്ളത്. അതും കൂടി ഈ ഒരു റൈറ്റിംഗ് എക്സസൈസിലൂടെ പറ്റും എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സൂസൻ ലെങ്ക്രോഫ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പെന്നബേക്കർ ഉണ്ടാവല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ സൈക്കോളജിസ്റ്റ്. അപ്പോൾ പെന്നബേക്കർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റൈറ്റിംഗ് എക്സസൈസിന് പാരലായിട്ട് ഒരു കാര്യം കൂടി അവർ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് സെയിം കാര്യം തന്നെ, അതായത് സെയിം പ്രോബ്ലംസ് തന്നെ വീണ്ടും വീണ്ടും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും വരില്ല അല്ലെങ്കിൽ വരുന്നില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞു എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു ഗ്രോത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റൈറ്റിംഗ് എക്സസൈസ് കൊണ്ടൊരു കാര്യമുള്ളൂ, അല്ലെങ്കിൽ ആ റൈറ്റിംഗ് എക്സസൈസ് വർക്ക് ആവുള്ളൂ എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും ഇത് ഓക്കെ ആവണം എന്നില്ല എന്നുള്ളതാണ്. ഇഫ് അത് വർക്ക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അത് അവരുടെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ എഴുതുന്ന കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതായത് ഇത്തരം ആൾക്കാർ അവർ കൂടുതലായിട്ട് ഈ കോസ് ആൻഡ് എഫക്റ്റ് വേർഡ്സൊക്കെ ഇല്ലേ, ലൈക്ക് ഈ ബിക്കോസ്, റിയലൈസ്, ഈ അണ്ടർസ്റ്റാൻഡ്, ഇതുപോലെയുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഓക്കെ, എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഓക്കെ ആവാനായിട്ട് തോന്നി, ഓക്കെ ആവുന്ന പോലെ തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു പ്രോബ്ലംസൊക്കെ വന്നേ, അങ്ങനെ ഇനി അത് വേണ്ടാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ അവരുടെ സംസാരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതവർക്ക് വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സൈനാണ് അത് എന്നുള്ളത്. പിന്നെ കൂടുതൽ റെറ്റിസൻറ്റ് ബിഹേവിയേഴ്സൊക്കെ കാണിക്കുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു റൈറ്റിംഗ് അടിപൊളിയാണ്, ഹെൽപ്ഫുൾ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എന്ന് വെച്ചിട്ട് ഈ റൈറ്റിംഗ് അത്ര എളുപ്പം പറ്റുന്ന പരിപാടിയൊന്നുമല്ല, അല്ലെങ്കിൽ ഇന്ന് എഴുതിയത് കൊണ്ട് നാളെ എൻ്റെ മൈൻഡൊക്കെ ഓക്കെ ആവുന്നു എല്ലാം ശരിയാവുന്നു ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു പെന്നിലും പേപ്പറിലും അല്ല, എഴുതുന്ന ആൾക്കാരുടെ മൈൻഡിലാണ്. ആ ഒരു പ്രോസസ്സാണ് ഇതിൽ കാര്യം എന്നുള്ളതാണ്, ആ ഒരു പ്രോസസ്സിലാണ് കാര്യം എന്നുള്ളതാണ്. നിങ്ങൾ എത്ര ഏജിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, ഒരു പേഴ്സണൽ ഡയറി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ ഓരോ കാര്യങ്ങൾ എഴുതിക്കുക, നിങ്ങൾക്ക് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അത് വെക്കുക, അതൊരു കീപ്പ് ചെയ്യുന്നുള്ളത്. ഒരു ഡിജിറ്റൽ ഡയറീനെ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ കൈകൊണ്ട് തന്നെ എഴുതുക എന്നുള്ളതാണ്. അതിലാണ് കുറച്ചും കൂടി ഇമോഷൻസ് വരുന്നത് എന്നുള്ളതാണ്. ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ ഐ പ്രിഫർ റൈറ്റിംഗ് യുവർ ഓൺ ജേർണൽ അല്ലെങ്കിൽ യുവർ ഓൺ ഡയറി. നിങ്ങളുടെ ആങ്ഷൈറ്റീസും നിങ്ങളുടെ സ്ട്രെസ്സും നിങ്ങളുടെ ഒരു എക്സ്റ്റെൻഡ് വരെയൊക്കെ നിങ്ങളുടെ ഡിപ്രഷനെയൊക്കെ ഇത് ഇല്ലാണ്ടാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഡയറി എഴുതുന്നത്, ഈ ഒരു ജേർണലിങ്ങിലൂടെ പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ എക്സാക്ട് പ്രോബ്ലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ മൈൻഡിലൂടെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഓടുന്നുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഒന്നിരുന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടാനുണ്ടാവില്ല, ചിലപ്പോൾ അത് കിട്ടാനുണ്ടാവില്ല എന്താണ് ശരിക്കും പ്രശ്നം എന്നുള്ള കാര്യം. അതിന് പകരം അതിരുന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ലയാണ്. യെസ്, ഇതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം, ഇതൊക്കെയാണ് എൻ്റെ ഫിയേഴ്സ്, ഇതൊക്കെയാണ് എൻ്റെ കൺസേൺസ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ലയാണ്. ആൻഡ് നെക്സ്റ്റ് ഡേ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് വീണ്ടും എഴുതുമ്പോൾ ചിലപ്പോൾ ആ ഒരു അളവിലായിരിക്കില്ല ആ ഒരു കാര്യം എന്നുള്ളത്, ചിലപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളായിരിക്കാം എന്നുള്ളത്. അങ്ങനെ മെല്ലെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുകയും അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻസൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുള്ളതാണ്. ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ ആരും ജഡ്ജ് ചെയ്യാനില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വന്തം ഡയറിയാണ്, നിങ്ങൾക്ക് എന്ത് വേണേലും എഴുതാം, എന്ത് വേണേലും കൺഫസ് ചെയ്യാം. ആൻഡ് മന്ത്ലി അല്ലെങ്കിൽ 2 months കൂടുമ്പോഴൊക്കെ ഒന്ന് എടുത്ത് നോക്കി ആദ്യം ഉണ്ടായ പ്രശ്നങ്ങൾ, ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ എഴുതിയ പ്രശ്നങ്ങളൊന്നും പിന്നീട് വേറെ എവിടെയും കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. വിച്ച് മീൻസ് നിങ്ങൾ മെല്ലെ ഓക്കെ ആവുന്നുണ്ട്, നിങ്ങളെ ഗ്രോത്ത്, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഡയറി എഴുതുന്ന പോലെ, ഈ ജേർണൽ എഴുതുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്, ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളത്, പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നുള്ളത്, എക്സസൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ. ആൻഡ് വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ റൈറ്റേഴ്സൊക്കെ ഇല്ലേ, നിങ്ങൾ അറിയപ്പെടുന്ന കുറേ ഫിലിം മേക്കേഴ്സ്, പോയറ്റ്സൊക്കെ ഇതുപോലെ മെൻ്റലി
തകർന്നു പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരാണെന്നുള്ളതാണ്. അവരുടെ സ്റ്റോറീസൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇമോഷൻസൊക്കെയാണ് അവരുടെ റൈറ്റിങ്സിലൂടെയും ഫിലിംസിലൂടെയൊക്കെ നിങ്ങൾ കണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻഡ് നമ്മളുടെ മലയാളത്തിൽ ഇപ്പോഴത്തെ പോപ്പുലർ ആയിട്ടുള്ള റൈറ്ററായ നമ്മുടെ ശ്യാം പുഷ്കരനില്ലേ, പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിയെ തന്നെ ഇമോഷണലി സെൻസിറ്റീവായിട്ട് വെച്ചിരിക്കുകയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസൊക്കെ, ആ ഒരു ക്യാരക്ടറിൻ്റെ ജേണിയൊക്കെ, ആ ഒരു ട്രാവലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ സ്റ്റേജസൊക്കെ പുള്ളിക്ക് അറിയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു സ്റ്റോറി നറേഷനിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്രയും ഭയങ്കര ജെന്യുവിനാണ്, ഭയങ്കര റിയലിസ്റ്റിക് ആണെന്നുള്ളതാണ്. ആൻഡ് ചില സമയങ്ങളിൽ ഞാൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഞാനും ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ ഒരാളുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ള കാര്യം എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ആ ഒരു കാര്യം ഒരു റീലിലേക്ക് കൊണ്ടുവരാനായിട്ടാണേലും എഴുത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണേലും ഇപ്പോൾ സംസാരിക്കാനായിട്ടാണേലും പറ്റുന്നു എന്നുള്ളതാണ്. ഞാനൊരു ടാസ്ക് തരട്ടെ നിങ്ങൾക്ക്. അതായത് ആക്ച്വലി ഇതൊരു റീലിൽ കണ്ട ഒരു കാര്യമാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മെയിൽ അയക്കും എന്നുള്ളതാണ്, ഒരു ലെറ്റർ അയക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി, ഓക്കെ, ഒരു 20s നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 30s ഒരു 10 year ഗ്യാപ്പൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു മെയിൽ ഷെഡ്യൂൾ ചെയ്യുന്നതാണ്. ഹൈ അക്ഷയ്, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഹൗ ഇസ് ദ ഷൂട്ട്സ് ഗോയിങ് ഓൺ, പോഡ്കാസ്റ്റൊക്കെ വേറെ ലെവലായല്ലോ, ഇത്രയും ആൾക്കാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇതിങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലേ, പ്രൊഡക്ഷൻ ഹൗസ് ഡ്രീംസൊക്കെ എന്തൊക്കെയായി, ഇങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലേക്കൊക്കെ നിങ്ങൾ എത്തുകയാണ്. ആ ഒരു 30s ജീവിക്കുന്ന നിങ്ങളോട് ഒരു ലെറ്റർ എഴുതുമെന്നുള്ളതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം, എന്തായാലും ഒരു 30 years കഴിയുമ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ തന്നെ ഞാനിത് റിവീൽ ചെയ്യുന്നതായിരിക്കും. ആ ഒരു സമയത്ത് ഈ ലെറ്ററിൽ ഞാൻ തന്നെയാണോ ഈ ലെറ്ററിൽ എഴുതിയ ഡ്രീംസൊക്കെ ഉള്ള ഞാൻ തന്നെയാണോ അത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ എത്രമാത്രം ചേഞ്ച് ആയി എന്നൊക്കെ അറിയാനായിട്ട് പറ്റുമല്ലോ, എത്രമാത്രം ഡിവേറ്റഡ് ആയി എന്നൊക്കെ അറിയാനായിട്ട് പറ്റുമല്ലോ. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് റൈറ്റിങ്ങിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ആൻഡ് എൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ വർക്ക്, സ്ക്രിപ്റ്റ് വർക്കൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. ഒരു 1 weekനുള്ളിൽ ചെയ്യാം. ഒരു 1 day ഷൂട്ട് മാത്രമേ വേണ്ടി വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ടൈറ്റിലും കാര്യങ്ങളൊക്കെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ, അതായത് ഇൻസ്റ്റാഗ്രാം ID എന്ന് പറയുന്ന അക്ഷയ് സ്റ്റോറി ടെല്ലറാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. യെസ്, അപ്പോൾ എല്ലാവരും ജേർണലിങ്ങും പിന്നെ അവസാനം പറഞ്ഞ മെയിലിൻ്റെ കാര്യമൊക്കെ ഒന്ന് ഓർക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ.